അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കണ്ടോളൂ, ചിരിക്കരുതേ. അല്ലെ തൊപ്പിയും, അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുംപാട് തൊപ്പി ബൈസെക്ഷലാണ്. അതുകൊണ്ടാണ് ഞാൻ റിലേഷൻ സ്റ്റോപ്പ് ആക്കി പോകുന്നതെന്ന് പറഞ്ഞത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് ജ്യൂസില് ഈ ബാങ് മിഠായി കലക്കിയിട്ട്, ജോയിന്റിന്റെ മിഠായിയാണ്, അത് കലക്കിയിട്ട് എനിക്ക് തന്നു. ഞാൻ അത്രക്കാരൻ അന്നാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇന്റിമേറ്റ് ആണ്. അവിടെ നിന്ന് ജോയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രമുഖരാണ്. പിന്നെ ചുരുട്ടി കിടക്കാണ്. എനിക്ക് ഈ ഒരു വർഷം ബിഗ് ബോസിൽ എങ്ങനെയും കയറണം, അതിന് വേണ്ടി എന്ത് ചെറ്റത്തരം ചെയ്യുന്ന എന്നോട്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ലല്ലു MDMA ആണ്, ലല്ലു കഞ്ചാവാണ് എന്നൊക്കെ ആരോപിക്കുന്നേ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ലല്ലു സഫയും തമ്മിൽ ബന്ധമുണ്ട്. പറഞ്ഞത് മറ്റാരുമല്ല കേട്ടോ, പ്രിയ സുഹൃത്താ. ഇപ്പോഴുള്ള അക്കൗണ്ട് 154K ഉള്ള അക്കൗണ്ട് 44,000 രൂപ കൊടുത്തിട്ട് വേറെ എടുത്ത് വാങ്ങിച്ചാണ്. മല്ലൂട്ടക്ക് ആയിട്ടുള്ള ഒരാളെടുത്ത് അക്കൗണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. ഇവളെ ഇത്താത്ത കല്യാണം കഴിച്ച് അവര് ഡിവോഴ്സാണ്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. ആ ചെക്കനിട്ടിട്ട് ഇന്നിട്ടിട്ട് വട്ടം കറക്കണ മാതിരി ആ ചെക്കനിട്ടിട്ട് വട്ടം കറക്കാണ്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. ഇവര് രണ്ടുപേരും എന്നിട്ട് നല്ല അടിച്ചു പൊളിച്ച് പാട്ടിയും പപ്പും സ്വന്തം എത്താത്തിയും ഇവിടെ കൂടെ പാട്ടിയും പപ്പുമായിട്ട് നടക്കും. ഞാൻ വരട്ടെ. ഇങ്ങോട്ട് അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.